ഹലോ ഗായ്സ്, ലില്ലി ബ്ലോഗിലേക്ക് ഏവർക്ക് സ്വാഗതം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഇടിച്ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഇടിച്ചമ്മന്തി എന്ന് പറഞ്ഞാൽ മുളക് പൊടി, തേങ്ങ, ഉള്ളി, ചെറിയ ഉള്ളിയാണ് കേട്ടോ, ഉള്ളി, ഒരല്പം വാളംപുളി, ഉപ്പ്, ഇത്രയും കൂടെ വെച്ച് കല്ലിൽ വെച്ച് ഇടിച്ചെടുക്കുന്നതാണ്. പണ്ടൊക്കെ നമ്മൾ അമ്മിക്കല്ലിൽ വെച്ചൊക്കെ അരച്ചെടുക്കുന്ന ആ കറിക്കൊക്കെ നല്ല രുചിയുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ദോശ ഉണ്ടാക്കി. അപ്പോൾ ദോശയ്ക്ക് ഒരു ഇടിച്ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനതിന് ഇടിച്ചമ്മന്തി പിന്നെ കല്ലിൽ വെച്ച് ഇടിച്ചെടുത്ത ചമ്മന്തിയാണ് കേട്ടോ ഇന്നത്തെ നിങ്ങൾ വീഡിയോ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇടിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ ഇടിച്ചതാണ്. അപ്പോൾ ഈ കല്ലിൽ വെച്ച് ഇടിക്കുന്നതാണ്. ഇത് ഞാൻ ഇടിച്ചെടുത്തിട്ട് ഞാൻ കടുക് പൊട്ടിച്ചൊന്നും എടുക്കാറില്ല. കാരണം ഈ കല്ലിൽ വെച്ച് ഇടിച്ചെടുത്ത ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ എണ്ണയുടെ രുചി ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് ഈ കടുക് പൊട്ടിക്കാതെ കഴിക്കുന്നതാണ് രുചി. അപ്പോൾ ഇന്നത്തെ ഇടിച്ചമ്മന്തി നിങ്ങളെ ഞാൻ കാണിക്കാം. പണ്ടൊക്കെ നമ്മൾ കല്ലിൽ വെച്ചാണല്ലോ അരയ്ക്കുന്നത്. ഇപ്പോഴൊക്കെയാണല്ലോ ഫ്രിഡ്ജും പിന്നെ മിക്സിയൊക്കെ വന്നത്. അപ്പം നമുക്ക് പണ്ടത്തെ കറികളെല്ലാം കല്ലിൽ വെച്ച് അരച്ചെടുത്ത കറികൾക്ക് പ്രത്യേക രുചിയും ടേസ്റ്റും ആയിരുന്നു. ഇപ്പോൾ നമുക്ക് മിക്സിയിലിട്ടൊക്കെ അടിച്ചെടുക്കുന്ന കറികൾ, പക്ഷേ അന്നത്തെ കല്ലിൽ വെച്ച് അരയ്ക്കുന്ന കറിക്ക് അത്ര രുചിയോളം വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇടിച്ചെടുത്ത ചമ്മന്തി നിങ്ങളെ ഒരല്പം വാളംപുളി കൂടെ ചേർക്കണം, എന്നാലേ ഈ കറിക്ക് രുചി കാണുക കേട്ടോ. ഇതുപോലെ ചെറിയ കല്ലുണ്ടെങ്കിൽ നമുക്ക് ഇടിച്ചെടുക്കാൻ, ചമ്മന്തി ഉണ്ടാക്കാൻ എല്ലാത്തിനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇടിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം, എല്ലാം കാണിച്ചു. കണ്ടോ ഇടിച്ചമ്മന്തി. ഇടിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ മുളക് പൊടി, തേങ്ങയും മുളക് പൊടിയും ഉള്ളിയും, ചെറിയ ഉള്ളിയും, ഒരു നുള്ളു വാളംപുളി, ഉപ്പ്, ഇതുകൊണ്ട് നമുക്ക് ദോശയ്ക്കോ അപ്പത്തിനൊക്കെ നല്ല രുചിയായിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ.